നമസ്കാരം. മലപ്പുറം ജില്ലയിലെ തെന്നല പഞ്ചായത്തിൽ സയ്യിദ് അലി മജീദ് 47 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. സയ്യിദ് അലി മജീദ് വിജയിച്ചതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് പ്രശ്നം. മറ്റു പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾ അവരവരുടെ വീട്ടിലെ സ്ത്രീകളെ വളരെ മോശമായി ഉപയോഗിച്ചതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയ വിജയമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു തുടർച്ചയാണ്. SDPA അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി പോലുള്ള മാദിനി പോലുള്ള ഭീകരവാദികൾ നടത്തുന്ന ഒരു പ്രസംഗത്തിൻ്റെ ബാക്കി പത്രമാണ് SDPAയിൽ നിന്നും ഒക്കെ നുഴഞ്ഞു കയറിയ പല സഖാക്കന്മാരും ഇപ്പോൾ നടത്തി വരുന്നത്. തീർച്ചയായിട്ടും അത് അവരുടെ ഐഡിയോളജിയുടെ ഭാഗമാണ്. അവരുടെ ആശയത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇത്തരത്തിലുള്ള വാക്കുകൾ എടുത്ത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള വാചകങ്ങൾ തുടർച്ചയായി കേരള സമൂഹത്തിലേക്ക് നിറയൊഴിക്കുന്ന വണ്ണം കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് മുമ്പിലേക്ക് വച്ചുകൊണ്ടേയിരിക്കും. സ്ത്രീകളെ അപമാനിക്കുക, സ്ത്രീകളെ മൂടി വയ്ക്കുക, സ്ത്രീകളെ മറ്റൊരു സമൂഹവും കാണാത്ത തരത്തിൽ വീട്ടിനുള്ളിലേക്ക് മാത്രം ഒതുക്കി കൂട്ടുക എന്ന ഒരു നയത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ. അല്ലാതെ മറ്റ് സ്ഥാനാർത്ഥികളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇടതുപക്ഷത്തിൻ്റെ മാത്രം ഒരു നയമായിട്ടല്ല, മറിച്ച് ഇത് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന വലിയ വെല്ലുവിളിയുടെയൊക്കെ ഭാഗമായിട്ടാണ് സയ്യിദ് അലി മജീദുമാർ LDFൽ ഇടതുപക്ഷത്തിൽ ഈ രീതിയിൽ തുടരുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് MM മണി നടത്തിയ പെൻഷൻ വാങ്ങുന്നവർക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ പോലെയേ അല്ല. MM മണി അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. അതായത് ഇവിടെയുള്ള ആൾക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങി ഭക്ഷണം കഴിച്ചിട്ട് CPMന് വോട്ട് ചെയ്യാത്തത്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തത് വലിയ നാണക്കേടാണ്, വലിയ തരത്തിലുള്ള നന്ദികേടാണ് അത് എന്നാണ് MM മണി പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു പ്രസ്താവനയായിട്ട് സയ്യിദ് അലി മജീദിൻ്റെ പ്രസ്താവനയെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭീകരവാദികളുടെ കൂട്ടത്തിൽ നിന്നുള്ള വ്യക്തികളായിട്ട് മാത്രമേ ഇത്തരം ആൾക്കാരെ പരിഗണിക്കാൻ കഴിയുള്ളൂ. കാരണം അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇടതുപക്ഷത്തിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. അവർ പ്രത്യേക അധികാര അവകാശങ്ങൾ ഇടതുപക്ഷത്തിനകത്തു നിന്ന് വാങ്ങിച്ചെടുക്കുന്നുമുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ ഹൈജാക്ക് ചെയ്യുക, UDFനെ ഹൈജാക്ക് ചെയ്യുക തുടങ്ങിയ ഗൂഢപദ്ധതികൾ ഭീകരവാദികൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത്തരം രീതിയിലുള്ള അവരുടെ ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ മാത്രം ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടില്ല. ഇടതുപക്ഷത്തെ അവർ ഏകദേശം തന്നെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇതവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷം തന്നെ ഒരു ഭീകരവാദ സംഘടനയായി തന്നെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അവരെ ഏറെക്കുറെ ഇത്തരം ആൾക്കാർ വിഴുങ്ങിക്കഴിഞ്ഞു. മാദിനിയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും ഇടതുപക്ഷ സഖാക്കന്മാരും അവിടെ ചെന്ന് നമ്മുടെ ശംഖുമുഖത്ത് ചെന്ന് കാത്തിരുന്ന് അവരെ ക്ഷണിക്കുകയുണ്ടായി. കാത്തിരുന്ന് മാദിനി വന്നപ്പോൾ എണീറ്റ് നിന്ന്, അച്യുതാനന്ദൻ വന്നപ്പോൾ എണീറ്റ് നിൽക്കാത്ത സഖാവ് പിണറായി വിജയൻ മാദിനി വന്നപ്പോൾ എണീറ്റ് നിന്നു. വോട്ടിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്ന തരത്തിൽ ഏത് ഭീകരവാദിക്ക് മുന്നിലും നട്ടല് വളച്ചു കൊടുക്കും, ഏത് ഭീകരവാദിയുടെയും ചെരുപ്പ് നക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷം. ആ ഒരു ഇടതുപക്ഷത്തിനകത്ത് നിന്ന് വരുന്ന തരത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ അകത്തു നിന്നാണ് ഇത്തരത്തിലുള്ള അതീവ സ്ത്രീവിരുദ്ധമായിട്ടുള്ള അതീവ ജാഗ്രതയോടുകൂടി ഇതിനെ നോക്കിക്കാണേണ്ട രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നത്. അതായത് സ്ത്രീകൾ വീട്ടിനടച്ച് അകത്ത് ഇടപെടേണ്ടവരാണ്, അവർ ഏതെങ്കിലും ഹിജാബുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ടവരാണ് എന്ന തരത്തിലുള്ള അറബിക് ശൈലിയിലുള്ള എന്ന തരത്തിലുള്ള അതീവ ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട ഏറ്റവും ഫണ്ടമെൻ്റലിസ്റ്റിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള തീവ്രവാദ നയങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷവും പിന്തുടരുന്നത്. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുമായിട്ട് പോയാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരെ, ഇത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തേണ്ടതാണ്. അല്ലെങ്കിൽ കേരളം തന്നെ അതൊരു ഭീകരവാദ കേന്ദ്രമാക്കി മാറ്റാനും ഇവർ മടിക്കില്ല. SIRനെ എതിർക്കുന്നതും ഭീകരവാദത്തിനെതിരായിട്ടുള്ള നയങ്ങളെ എതിർക്കുന്നതും എന്തിന് PM ശ്രീ പോലുള്ള കേരളത്തിന് ഏറ്റവും ഗുണകരമായ പദ്ധതികളെ എതിർക്കുന്നവർക്കും പിന്നിൽ
ഇത്തരത്തിലുള്ളതായിട്ടുള്ള നയങ്ങളാണ്. അല്ലാതെ മതേതരത്വ നയങ്ങളുമായിട്ട് അതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. നമ്മുടെ നാടിൻ്റെ ചരിത്രം പഠിക്കുന്നത് എങ്ങനെയാണ് ഭീകരവാദ പ്രവർത്തനം, എങ്ങനെയാണ് അതൊരു വർഗീയതയായി മാറുന്നത്, ആ രീതിയിൽ അതിനെ എതിർക്കുക എന്നത് SIR ഇവിടുത്തെ ജനങ്ങൾക്ക് ആണ് ഇവിടെ വോട്ടവകാശം വേണ്ടത്, അല്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിപ്പാർത്ത ഇന്ത്യയിൽ കഴിയുന്നവർക്കല്ല. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇവിടെ ഭീകരവാദ പ്രവർത്തനം അടക്കം നടത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു നയം പിന്തുടരുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇവിടെ അവസരമില്ല എന്ന് പറയുന്ന SIR പോലുള്ള റെഗുലേഷൻസ് നമ്മളെ ഏത് രീതിയിലാണ് എതിർക്കപ്പെടേണ്ടത്? ഇപ്പോൾ ബംഗാളിലെ ചരിത്രം എടുത്താൽ ബംഗാളിൽ ഏകദേശം 1 കോടിയിലേറെ നുഴഞ്ഞുകയറ്റക്കാരാണുള്ളത്. ആ നുഴഞ്ഞുകയറ്റക്കാരിൽ പലരും കേരളത്തിലേക്കും എത്തിയിട്ടുണ്ട്. ഇവിടെ അടക്കം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് അവർക്ക് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആവശ്യഘട്ടം വരുമ്പോൾ കൂടുതൽ ബീഭത്സമായ മുഖത്തോടുകൂടി നമുക്ക് മുന്നിലേക്ക് ചാടി വീഴുക എന്ന നയം തന്നെയാണ് അവർ പിന്തുടരുന്നത്. അത്തരം ആൾക്കാരെ ഇവിടുന്ന് നാട് കടത്തി വിടുക എന്നതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന റെഗുലേഷനാണ് SIR, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഇതുപോലും എതിർക്കപ്പെടുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഇവർക്കിടയിലേക്ക് കടന്നുകൂടിയിട്ടുള്ള ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ആ ഭീകരവാദ ആശയങ്ങളുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.